ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗൈസ് എങ്ങനെയാണ് നമ്മളെ 3D Max പാനലിങ് അതേപോലെ തന്നെ നമ്മുടെ സിമ്പിൾ ഷട്ടേഴ്സ് ക്യാബിനറ്റ് ഷട്ടേഴ്സ് എങ്ങനെയാണ് 3D Max ചെയ്യാൻ നോക്കാൻ പോകുന്നത്. ഷട്ടർ മാത്രമല്ല, നമ്മൾ പാനലിങ് ഈ മെത്തേഡ് വെച്ച് ചെയ്യും. നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എഡിറ്റ് പോളി ചെയ്തിട്ട് അതിലൊരു കണക്റ്റീവ് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട്. അത് വെച്ചിട്ട് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഷട്ടർ അതേപോലെ തന്നെ പാനലിംഗ് ഒക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വരച്ച് ഒരേ സൈസിൽ തന്നെ പാനലിങ്ങിന്റെ ഡിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബോക്സ് വരക്കണം. ഓക്കെ, നിങ്ങൾ മറ്റേ ഇതിലില്ല ഷേപ്സിലുള്ള ബോക്സോ അല്ലെങ്കിൽ നമ്മുടെ റെക്ടാങ്കിൾ ഇട്ടിട്ടില്ല എക്സ്ട്രൂട്ട് ചെയ്തിട്ടുള്ള ബോക്സോ ആണെങ്കിലും കുഴപ്പമില്ല. എല്ലാ ഇതും വർക്കാവും. ഓക്കെ, എഡിറ്റ് പോളി ചെയ്യാണ്, അപ്പോൾ എല്ലാത്തിനും ഇത് വർക്കാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബോക്സ് ഒരു റെക്ടാങ്കിൾ ഇട്ടിട്ട് അതിനെ എക്സ്ട്രൂട്ട് ചെയ്യാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഒരു ബോക്സ് വരച്ചിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ബോക്സിൽ നമ്മൾ മോഡിഫയർ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റബിൾ പോളി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ മോഡിഫയർ ലിസ്റ്റിൽ എഡിറ്റബിൾ പോളി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എഡിറ്റബിൾ പോളി എക്സ്ട്രൂട്ടിന് താഴെയാണ്. ഓക്കെ, നിങ്ങൾ എക്സ്ട്രൂട്ട് ആണ് ചെയ്തിരിക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ എഡിറ്റബിൾ പോളി ആഡ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ എഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ സെലക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സെലക്ഷൻ ചിലപ്പോൾ ഹൈഡ് ആയി കിടക്കുന്ന ആ സെലക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് വരും. ഓക്കെ, അപ്പോൾ അതിൽ എഡ്ജ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ താഴെയുള്ളതും മുകളിലുള്ളതും ഈ എഡ്ജുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ആ സെലക്ട് ചെയ്ത ഭാഗത്ത് റെഡ് കളർ വന്നിരിക്കുന്നത്. ഓക്കെ, അതേപോലെ വന്നിട്ടുണ്ടാവും. അതിന് ശേഷം ഇവിടെ കണക്ട് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന്റെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. ചെറിയൊരു ബോക്സ് കണ്ടില്ല, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ 1 എന്നിട്ടുണ്ട്. അപ്പോൾ ഈ 1ന്റെ അർത്ഥം എന്താ വെച്ചാൽ കണ്ടില്ല, ഇപ്പോൾ ഇതിന്റെ സെന്ററിൽ കൂടി ആയിട്ട് ഒരു ലൈന് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒരു രണ്ട് പീസായി ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എത്ര പീസായിട്ടാണോ ഈ ബോക്സിന് ഡിവൈഡ് ചെയ്യേണ്ടത് അത്ര പീസായി ഡിവൈഡ് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് 3 പീസായി കിട്ടി, 2 കൊടുത്തപ്പോൾ. എന്നിട്ട് അതിന്റെ വിടുത്തും കാര്യങ്ങളൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ബോക്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാല്യൂ കൂട്ടി കൊടുക്കുന്നതനുസരിച്ച് അതിന്റെ വിടുത്ത് അഡ്ജസ്റ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് പിന്നെ മൂന്നാമത്തെ റോയിൽ നിങ്ങളെ വാല്യൂ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അത് മൂവ് ആവും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ റെഡി ആയതിനു ശേഷം നിങ്ങൾ ടിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ 2 എക്സ്ട്രാ എഡ്ജുകളായിട്ട് വന്നിട്ട് കാണാൻ പറ്റും. നിങ്ങൾ പുതിയതായി ചെയ്തത്. ഓക്കെ, കണ്ടില്ലേ 2 ലൈൻ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ആ ഗ്യാപ്പ് ഉണ്ടാക്കണം. നമുക്ക് ആ ഷട്ടറിന്റെ ഗ്യാപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇത് കണ്ടില്ലേ, ഇവിടെ എക്സ്ട്രൂട്ടിന്റെ ഇവിടെ ചെറിയ ബോക്സ് ഉണ്ടല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിന്റെ പുറത്തായിട്ട് എക്സ്ട്രൂട്ട് ഉണ്ട്. ഓക്കെ, ആ എക്സ്ട്രൂട്ടിന്റെ ബോക്സ് ചെറിയ ബോക്സ് ഈ വാല്യൂസ് ഒന്ന് നിങ്ങൾ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് മൈനസ് വാല്യൂ ആക്കി കൊടുക്കുക. ഓക്കെ, മുകളിലത്തത് മൈനസ് വാല്യൂ ആക്കി കൊടുക്കുക. ഒരു 0.1 ഒക്കെ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 0.5 ഒക്കെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ താഴത്തത് ഇങ്ങനെ കുറച്ച് വാല്യൂ കൂട്ടുന്നതനുസരിച്ച് ആ ഗ്യാപ്പ് കൂടും. ഓക്കെ, ഈ ഗ്യാപ്പ് എന്ന് വരുന്ന കാരണം ഈ താഴത്തെ വാല്യൂ ആണ്. ഓക്കെ, മുകളിലത്തെ അതിന്റെ ഉള്ളിലേക്കില്ല ആ ഗ്യാപ്പാണ് താഴത്തെ വാല്യൂ എന്ന് പറയുന്നത്. അതിന്റെ ആ ഗ്യാപ്പിന്റെ വിടുത്താണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു 0.5 കൊടുത്തതിന് ശേഷം ഓക്കെ, കുറച്ച് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്ലാക്ക് പോണ പോലെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, മുകളിൽ കണ്ടോ ഒരു ബ്ലാക്ക് വരുന്നത്, ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് പോകണുണ്ടോ. അപ്പൊ നമ്മളെ ബ്ലാക്ക് പോയി കണ്ടോ, ഇങ്ങനെ ഗ്യാപ്പും കിട്ടും. അപ്പൊ ഉള്ളിലേക്ക് എത്ര ഗ്യാപ്പാണോ വേണ്ടത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണ്ടില്ലേ. അപ്പൊ ഗ്യാപ്പ് കിട്ടി കണ്ടില്ലേ, നമ്മളെ ഷട്ടർ അടിപൊളിയായി, നല്ല അടിപൊളിയായി കട്ട്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഷട്ടർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ഓരോ ബോക്സ് വെച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് നോർമലായി നമ്മൾ ഷട്ടർ ചെയ്യുന്ന രൂപത്തിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന ശേഷം ഈ ടിക്ക് കൊടുത്താൽ നിങ്ങൾ ആ ഷട്ടർ റെഡി. ഓക്കെ, അല്ലേ, ഞാൻ അവിടെ ടിക്ക് കൊടുക്കണം, നമ്മുടെ ഷട്ടർ റെഡി. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പാനലിംഗ് ചെയ്യാൻ പോണത്. ഓക്കെ, നമുക്ക് ആ വുഡൻ പാനലിംഗ് ഇല്ലേ, അതും നമ്മൾ ഈ മെത്തേഡ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പോണത്. അപ്പൊ അതിനായിട്ട് ഞാൻ ഇതിന്റെ മുകളിലായിട്ട് റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, മുകളിലായിട്ട് റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുക. ഇത് നിങ്ങൾ റെക്റ്റാങ്കിൾ ഇട്ട് ചെയ്യണതാക്കാൻ ഈ പാനലിങ്ങിന്റെ കേസിൽ നിങ്ങൾക്ക് ചെയ്യണത് നല്ലതാവും. ഓക്കെ, കുറച്ചും കൂടി ബെറ്റർ ആവുക. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു വാല്യൂ ഇതിനെ ആ റെക്റ്റാങ്കിൾ വരച്ച് അതിനെ എക്സ്ട്രൂട്ട് ചെയ്യണം. ഓക്കെ, എക്സ്ട്രൂട്ട് ഞാൻ ഒരു 2 വാല്യൂ കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതിനെ അതേപോലെ തന്നെ കണക്ട് ചെയ്യാണ്. ഞാൻ എഡിറ്റബിൾ പോളി അതിൽ ആഡ് ചെയ്തതിന് ശേഷം 2 എഡ്ജുകൾ കണക്ട് ചെയ്ത് എന്നിട്ട് ഈ വാല്യൂ നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ കൂട്ടി കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറെ കട്ടിങ് കാണാൻ പറ്റും. ഇങ്ങനെ ടിക്ക് കൊടുക്കുക. അതിനുശേഷം സിമ്പിൾ ആയിട്ട് നിങ്ങൾ എക്സ്ട്രൂട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന്റെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിന് ഇവിടെയും ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മളെ പാനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാക്കാൻ നമുക്ക് കുറച്ച് ടൈം ലാഭിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഒന്ന് നല്ല അടിപൊളി നല്ല റിയലിസ്റ്റിക് ആയിട്ടില്ല ആ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പാനലിങ്ങും കിട്ടും. അപ്പോൾ ഇത്ര സിമ്പിൾ ആണ് നമ്മളെ 3D Max പാനലിങ് അതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ഷട്ടറും ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.